ലിഡിയ, ഗുഡ് മോർണിംഗ്. കളമശ്ശേരിയിൽ മരിച്ച ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് എവിടെ സംസ്കരിക്കണമെന്ന കാര്യത്തിൽ കുടുംബം തീരുമാനമെടുക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കളമശ്ശേരി ഭാഗത്ത് തന്നെ സംസ്കരിക്കാനാണ് തീരുമാനമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും സൂരജ് ലാമയുടെ മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. ഇന്നലെ തന്നെ മകൻ സാന്തോൺ ലാമ എത്തി നടപടികളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് തന്നെ മതാചാരപ്രകാരം ഇത്തരത്തിൽ സംസ്കാരം നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കളമശ്ശേരി ഭാഗത്ത് തന്നെയാകും സംസ്കാരം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂരജ് ലാമയുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ അടക്കമുള്ള ആളുകൾ, മക്കളും മറ്റു ബന്ധുമിത്രാദികളും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാരം നടക്കും. ഇതിൽ പ്രധാനമായും ഈ ഒരു നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ, ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ കോടതിയുടെ അടക്കം വലിയ ഇടപെടലും വിമർശനങ്ങൾക്കും ശേഷമാണ് ഇത്തരത്തിലൊരു രീതിയിലേക്ക് ഇത് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മകന്റെ തീരുമാനം. കോടതിയും ഈ കേസ് വിട്ടുകളയാനുള്ള സാധ്യതയില്ല. ഇതുമായി തന്നെ മുന്നോട്ട് പോകാനാണ്. പ്രത്യേകിച്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ ദ കംപ്ലീറ്റ് ഫെയിലിയർ ഓഫ് ദ സിസ്റ്റം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് സൂരജ് ലാമയുടെ മൃതദേഹം കളമശ്ശേരി HMTക്ക് സമീപത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. കഴിഞ്ഞ നവംബറിലാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് സൂരജ് ലാമ കേരളത്തിലേക്ക് എത്തുന്നത്. കുവൈത്തിൽ മദ്യദുരന്തത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ കുവൈത്തിൽ നിന്ന് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സൂരജ് ലാമ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിന് ഉത്തരമില്ലായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവള അധികൃതർക്ക് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് കാക്കനാട് പോലീസിന്റെ, തൃക്കക്കര പോലീസിന്റെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും മെഡിക്കൽ കോളേജിൽ എത്തിച്ച സൂരജ് ലാമ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ കോടതി അടക്കം ഇടപെട്ടു. അതായത് പ്രത്യേകിച്ച് മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ കോടതി കൃത്യമായി ഇടപെടുന്നു. വലിയ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം വേഗത്തിലാക്കുകയും നവംബർ 30-ന് സൂരജ് ലാമയുടെ മൃതദേഹം കടത്തുകയും ചെയ്യുന്നത്. പിന്നീട് DNA പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോടതി മൃതദേഹം എത്രയും വേഗം വിട്ടു നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. അത്തരത്തിൽ അതിനുശേഷമാണ് ഈ ഒരു നടപടികളിലേക്കൊക്കെ കടക്കുന്നത്. എന്തായാലും മകൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള വീഴ്ച സിയാലിനും ഒപ്പം പോലീസിനും മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മകന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. അത്തരത്തിലുള്ള കണ്ടെത്തലിൽ തന്നെയാണ് കോടതിയും ഉള്ളത്. എന്തായാലും കോടതിയും കേസ് വിട്ടുകളയാനുള്ള സാധ്യതയില്ല. ഇന്ന് മതാചാര പ്രകാരം ഇന്ന് രാവിലെ തന്നെ സംസ്കാരമുണ്ടാകും. ക്രിസ്റ്റീന. ശരി, ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.